ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നോക്കുന്നത് കേരള പി എസ് സി ഇപ്പോൾ വിളിച്ചിട്ടുള്ള 38 പോസ്റ്റുകൾ. ആ 38 പോസ്റ്റുകൾ ഏതാണെന്നും അതിൻ്റെ ക്വാളിഫിക്കേഷനുമാണ് നോക്കുന്നത്. നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ കയറിയതിനു ശേഷം നമ്മൾ പ്രൊഫൈൽ എടുത്തിട്ട് അതിൽ നോട്ടിഫിക്കേഷൻ എന്നൊരു ടാബ് ഉണ്ടാകും. ആ ടാബിൽ 38 എന്ന് എഴുതിയിട്ടുണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സമ്മറി ഓഫ് ആക്റ്റീവ് നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ്. സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറലായിട്ട് 11 പോസ്റ്റുകളും, സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് SR പോസ്റ്റുകൾ 2 സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് NCA പോസ്റ്റുകൾ 16 സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ ജനറൽ 2 പോസ്റ്റുകളും, ഡിസ്ട്രിക്റ്റ് വൈഡ് ഡയറക്റ്റ് NCA 7 പോസ്റ്റുകളാണ് ഉള്ളത്. മൊത്തം 38 പോസ്റ്റ്. നമുക്ക് ആദ്യം സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ പോസ്റ്റുകൾ നോക്കാം. 11 ആദ്യത്തെ 11/2019 അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ പൾമണറി മെഡിസിൻ. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് MBBS ആൻഡ് 36 months എക്സ്പീരിയൻസ്. കൂടാതെ MD പൾമണറി മെഡിസിൻ. അതുകൂടാതെ രജിസ്ട്രേഷൻ വിത്ത് TC മെഡിസിൻ കൗൺസിൽ. അതല്ലെങ്കിൽ MBBS 36 months എക്സ്പീരിയൻസ് MS മാസ്റ്റർ ഓഫ് സർജറി പൾമണറി മെഡിസിൻ രജിസ്ട്രേഷൻ വിത്ത് TC മെഡിസിൻ കൗൺസിൽ. അതല്ലെങ്കിൽ MBBS ആൻഡ് 36 months എക്സ്പീരിയൻസ് DNB പൾമണറി മെഡിസിൻ രജിസ്ട്രേഷൻ വിത്ത് TC മെഡിസിൻ കൗൺസിൽ. അതല്ലെങ്കിൽ MBBS രജിസ്ട്രേഷൻ വിത്ത് TC മെഡിസിൻ കൗൺസിൽ. ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 12/2019 സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പോളിഗ്രാഫ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ MA സൈക്കോളജി. കൂടാതെ 12 മാസത്തെ എക്സ്പീരിയൻസ്. അതല്ലെങ്കിൽ MA ഫിസിയോളജി. ഈ 2 ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 13/2019 സൈക്യാട്രിക് സോഷ്യൽ വർക്കർ. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് MPhil ആർട്സ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക്. അതല്ലെങ്കിൽ MA സൈക്കോളജി ഡിപ്ലോമ ഇൻ സൈക്യാട്രിക് സോഷ്യൽ വർക്ക്. അതല്ലെങ്കിൽ MA സൈക്കോളജി ഡിപ്ലോമ ഇൻ സൈക്യാട്രിക് സോഷ്യൽ വർക്ക്. അതല്ലെങ്കിൽ MSW ഡിപ്ലോമ ഇൻ സൈക്യാട്രിക് സോഷ്യൽ വർക്ക്. അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈക്യാട്രിക് സോഷ്യൽ വർക്ക്. ഈ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത 14/2019 കെമിസ്ട്രി. കേരള ഫാക്ടറീസ് ആൻഡ് ബോയിലർ സർവീസസിലേക്കാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ BSc കെമിസ്ട്രിയാണ്. BSc കെമിസ്ട്രി ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ 15/2019 ഡെൻ്റൽ മെക്കാനിക്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10th ലെവൽ ഡെൻ്റൽ മെക്കാനിക് കോഴ്സ് രജിസ്ട്രേഷൻ വിത്ത് സ്റ്റേറ്റ് ഡെൻ്റൽ കൗൺസിൽ. പിന്നെ വരുന്ന 16/2019 ഡ്രാഫ്റ്റ് 1 ഗ്രേഡ് 2 ഓവർസർ ഗ്രേഡ് 2 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഹാർബർ എഞ്ചിനീയറിംഗ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ 10th ലെവലും NTC മെക്കാനിക്കുമാണ്. 10th ലെവൽ ആൻഡ് NTC മെക്കാനിക്. പിന്നെ വരുന്നത് 17/2019 തിയേറ്റർ ടെക്നീഷ്യൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ. അതിൻ്റെ ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രി സയൻസ് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ. ഇനി അതല്ലെങ്കിൽ പ്രീ ഡിഗ്രി സയൻസ് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ. അതല്ലെങ്കിൽ +2 സയൻസ് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ. അതല്ലെങ്കിൽ +2 സയൻസ് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ. ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷനിൽ അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് 18/2019 ലെക്ചർ ഇൻ മൈക്രോബയോളജി മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ്. ക്വാളിഫിക്കേഷൻ MBBSഉം രജിസ്ട്രേഷൻ വിത്ത് TC മെഡിക്കൽ കൗൺസിൽ. ഇതാണ് ക്വാളിഫിക്കേഷൻ. പിന്നെ വരുന്നത് 19/2019 ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പോളിടെക്നിക്കലിന് വേണ്ടിയിട്ടുള്ള ലെക്ചറാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ BTech അല്ലെങ്കിൽ BE ആണ്. അത് വേണ്ടത് BTech ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അതല്ലെങ്കിൽ BE ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അതല്ലെങ്കിൽ BTech അപ്ലൈഡ് ഇലക്ട്രോണിക്സ്. അതല്ലെങ്കിൽ BE അപ്ലൈഡ് ഇലക്ട്രോണിക്സ്. ഇനി അതുമല്ലെങ്കിൽ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. നല്ലൊരു പോസ്റ്റാണ് ലെക്ചർ ഇൻ പോളിടെക്നിക്. പിന്നെ 20/2019 സ്റ്റെനോഗ്രാഫർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അതിന് ക്വാളിഫിക്കേഷൻ അതാണ് 10th ലെവലും ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസും. ഇനി അതല്ലെങ്കിൽ 10th ലെവൽ KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, KGTE ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ഹയർ,
KGT ഷോർട്ട് ഹാൻഡ് മലയാളം ലോവർ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്. ഇനി അതുമല്ലെങ്കിൽ 10th ലെവൽ MGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, MGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, MGTE ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ഹയർ, MGTE ഷോർട്ട് ഹാൻഡ് മലയാളം ലോവർ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്. ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ 21/2019 മാനേജർ ഗ്രേഡ് 2 ജനറൽ കാറ്റഗറി അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോ ഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള. അതിന് ക്വാളിഫിക്കേഷൻ ആണ് ഗ്രാജുവേറ്റ് ലെവൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ, JDC ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഇനി അതല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ HR ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ, HDC ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഇനി അതല്ലെങ്കിൽ BCom കോപ്പറേഷൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഇനി അതല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ, JDC സർട്ടിഫിക്കറ്റ് ഇൻ MS ഓഫീസ്. ഇനി അതല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ HR ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ, HDC സർട്ടിഫിക്കറ്റ് ഇൻ MS ഓഫീസ്. അതല്ലെങ്കിൽ BCom കോപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ MS ഓഫീസ്. ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ നോട്ടിഫിക്കേഷൻ. 11 പോസ്റ്റുകളുണ്ട്. അടുത്ത സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് SR പോസ്റ്റുകളാണ്. 24/2019 എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് 25/2019 ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് NCA പോസ്റ്റുകളാണ്. 16 പോസ്റ്റുകളുണ്ട്. 26/2019 ലെക്ചർ ഇൻ ഫിസിക്സ് ഹിന്ദു നടാർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റാണ് ലെക്ചർ ഇൻ ഫിസിക്സ്. 27/2019 ലെക്ചർ ഇൻ അറബിക് ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റാണ്. 28/2019 അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ വിശ്വകർമ്മയ്ക്ക് വേണ്ടിയുള്ള പോസ്റ്റാണ്. അടുത്ത് 29/2019 മെഡിക്കൽ ഓഫീസർ വിഷ SCCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്സ് ടു ക്രിസ്ത്യാനിറ്റി അവർക്ക് വേണ്ടിയുള്ള പോസ്റ്റാണ്. ഇനി 30/2019 മെഡിക്കൽ ഓഫീസർ വിഷ ധീരവയ്ക്ക് വേണ്ടിയുള്ള പോസ്റ്റാണ്. 31/2019 വെറ്റിനറി സർജൻ ഗ്രേഡ് 2 ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയുള്ള പോസ്റ്റാണ് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. അടുത്ത 32/2019 മെഡിക്കൽ ഓഫീസർ നേത്ര ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയുള്ള പോസ്റ്റാണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. അടുത്ത 33/2019 സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബയോളജി പോലീസിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് വേണ്ടിയിട്ടാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയുള്ള പോസ്റ്റാണ്. അടുത്ത 34/2019 ലെക്ചർ ഇൻ വീണ മുസ്ലിംസിന് വേണ്ടിയിട്ടുള്ളതാണ് കോളേജ് ഗേറ്റ് എഡ്യൂക്കേഷൻ മ്യൂസിക് കോളേജിലേക്ക് വേണ്ടിയുള്ള പോസ്റ്റാണ്. അടുത്ത 35/2019 ലെക്ചർ ഇൻ വീണ ലാറ്റിൻ കത്തോലിക്കനും ആംഗ്ലോ ഇന്ത്യനും വേണ്ടിയുള്ള പോസ്റ്റാണ്. അടുത്ത 36/2019 ജൂനിയർ ഇൻസ്ട്രക്ടർ ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ മുസ്ലിംസിന് വേണ്ടിയുള്ള പോസ്റ്റാണ്. അടുത്ത 37/2019 ജൂനിയർ ഇൻസ്ട്രക്ടർ ഫുഡ് പ്രൊഡക്ഷൻ ലാറ്റിൻ കത്തോലിക്കൻ അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യന് വേണ്ടിയുള്ള പോസ്റ്റാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. ഇനി 38/2019 ജൂനിയർ ഇൻസ്ട്രക്ടർ ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിനാണ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റാണ്. അടുത്ത 39/2019 ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് 2 ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയുള്ള പോസ്റ്റാണ് ഹെൽത്ത് സർവീസിലേക്ക്. അടുത്ത 40/2019 മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയൻ ഗ്രേഡ് 2 വിശ്വകർമ്മയ്ക്ക് വേണ്ടിയുള്ള പോസ്റ്റാണ് ഹെൽത്ത് സർവീസിൽ. അടുത്ത 41/2019 പോലീസ് കോൺസ്റ്റബിൾ SCCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്സ് ടു ക്രിസ്ത്യാനിറ്റി അവർക്ക് വേണ്ടിയുള്ള പോസ്റ്റാണ് പോലീസിൽ വേണ്ടിയുള്ള പോസ്റ്റാണ്. അത്രയുമാണ് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് NCA പോസ്റ്റുകൾ. ഇനി 2 ട്രാൻസ്ഫർ പോസ്റ്റുകളുണ്ട്. സ്റ്റേറ്റ് വൈഡ് ട്രാൻസ്ഫർ 22/2019 മാനേജർ ഗ്രേഡ് 2 സൊസൈറ്റി കാറ്റഗറി കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്. അപ്രൂവ്ഡ് പ്രൊബേഷൻ ഓർ ഫുൾ മാനേജർ ഫുൾ മെമ്പർ ഇൻ മെമ്പർ സൊസൈറ്റീസ് അഫിലിയേറ്റഡ് ടു കൺസ്യൂമർ ഫെഡ് ഇതിൽ ജോലി ഉണ്ടായിരിക്കണം. അടുത്ത 23/2019 സെയിൽസ്മാൻ സെയിൽസ് വുമൺ പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഹാൻഡെക്സ്. അപ്രൂവ്ഡ് പ്രൊബേഷൻ ഓർ ഫുൾ മെമ്പർ ഇൻ മെമ്പർ സൊസൈറ്റീസ് അഫിലിയേറ്റഡ് ടു ഹാൻഡെക്സ് ഇവിടെ ജോലി ഉണ്ടായിരിക്കണം. പിന്നെ ഒരു സ്റ്റേറ്റ് വൈസ് ഡയറക്റ്റ് NCA പോസ്റ്റുകൾ 7 ഉണ്ട്. അതെല്ലാം നോക്കാം. 42/2019 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 SUC നടാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇടുക്കി ജില്ലയിലേക്ക് വേണ്ടിയിട്ടാണ് ഹെൽത്ത് സർവീസിലേക്ക്. അടുത്ത 43/2019 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹിന്ദു നടാർക്ക് വേണ്ടിയിട്ടാണ് ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലേക്ക്
ഹെൽത്ത് സർവീസിലേക്കാണ്. പിന്നെ ഒരു 44/2019 സർജിൻറ്റ് വേരിയസ് മുസ്ലിംസിന് വേണ്ടിയിട്ടാണ്, തിരുവനന്തപുരം ജില്ലയിലേക്കാണ് പോസ്റ്റ്. അത് 45/2019 സർജിൻ NCA ഫോർ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, തിരുവനന്തപുരം ജില്ലയിലേക്കാണ്. അത് 46/2019 സർജിൻ ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ടാണ്, തിരുവനന്തപുരം ജില്ലയിലേക്ക് തന്നെയാണ്. അടുത്ത 47/2019 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോപ്പതി അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്, തിരുവനന്തപുരം ജില്ലയിലേക്ക്. അടുത്ത 48/2019 LD ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോവിങ് ധീരതയ്ക്ക് വേണ്ടിയിട്ടാണ്, പാലക്കാട് ജില്ലയിലേക്ക്. ഇത്രയും ഒരു 38 പോസ്റ്റുകളാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് അയക്കാൻ പറ്റുന്ന പോസ്റ്റുകളല്ല, ചില പ്രത്യേക ഡിഗ്രികൾ അല്ലെങ്കിൽ കോഴ്സുകൾ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. നിങ്ങളാരെങ്കിലും ഇങ്ങനത്തെ കോഴ്സുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ഓക്കെ, താങ്ക് യു.